Hi all. Reasons for providing minimum shear reinforcement. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എല്ലാ കേസിലും നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഡിസൈൻ ചെയ്യുമ്പം. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ഇപ്പം ടോവി ലെസ് ദാൻ ടോസി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ടോവി ലെസ് ദാൻ ടോസി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ആ കോൺക്രീറ്റിൻ്റെ പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂവിനേക്കാളും കുറവ് വരുന്ന കേസ് അല്ലേ? അപ്പോൾ ശരിക്കും ടോവി ലെസ് ദാൻ ടോസി ആണെങ്കിൽ നമ്മളവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ശരിക്കും പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. എന്നിരുന്നാലും നമ്മളവിടെ മിനിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് സഡൻ ഷിയർ ഫെയിലിയർ with the formation of diagonal tension crack and to impart ductility to provide sufficient warning before failure, thus to prevent brittle failure. ഒന്നാമത്തെ റീസൺ ബ്രിട്ടിൽ ഫെയിലിയർ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ലോഡ് ബീമിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഡയഗണൽ ടെൻഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇൻ കേസ് ഡയഗണൽ ടെൻഷൻ അവിടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡയഗണൽ ടെൻഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ബേസ്റ്റ് ആവും. അതായത് കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ടെൻഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ബേസ്റ്റ് ആയിട്ട് ഫെയിൽ ആവും, അല്ലെങ്കിൽ ഒരു ബ്രിട്ടിൽ ഫെയിലിയർ അവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയഗണൽ ടെൻഷൻ വരുമ്പം ഈ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അത് റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇൻ കേസ് ഡയഗണൽ ടെൻഷൻ കാരണം ഫെയിൽ ആവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ ഉള്ളത് കൊണ്ട് ഇപ്പം റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കാവുന്ന ബ്രിട്ടിൽ ഫെയിലിയർ അവിടെ ഡക്റ്റൈൽ ഫെയിലിയർ ആയിട്ട് മാറും. കാരണം സ്റ്റീൽ അവിടെ വന്നതുകൊണ്ട് തന്നെ സ്റ്റീലിൻ്റെ മോഡ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഡക്റ്റൈൽ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാർണിംഗ് ടൈം നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ തീരെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഡയഗണൽ ടെൻഷൻ വരുന്ന സമയത്ത് അത് ഇൻ കേസ് അത് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അവിടെ സഡൻ ഫെയിലിയർ ആയിരിക്കും, ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ആ സഡൻ ഫെയിലിയർ അല്ലെങ്കിൽ ബ്രിട്ടിൽ ഫെയിലിയർ എന്നുള്ളത് ഒഴിവായിട്ട് അത് ഡക്റ്റൈൽ ഫെയിലിയർ എന്നുള്ള രീതിയിലേക്ക് മാറും. കാരണം സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി ഡക്റ്റൈൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഡയഗണൽ ടെൻഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിന് പറ്റും. ഓക്കെ, ടു പ്രിവെൻറ്റ് സഡൻ ഷിയർ ഫെയിലിയർ വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഡയഗണൽ ടെൻഷൻ ക്രാക്ക് ആൻഡ് ടു ഇമ്പാർട്ട് ഡക്റ്റിലിറ്റി ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് വാർണിംഗ് ബിഫോർ ഫെയിലിയർ, ദസ് ടു പ്രിവെൻറ്റ് ബ്രിട്ടിൽ ഫെയിലിയർ. രണ്ടാമത്തെ റീസൺ, എനി സഡൻ ഫെയിലിയർ ഓഫ് ബീംസ് ഈസ് പ്രിവെൻറ്റഡ് ഇഫ് കോൺക്രീറ്റ് കവർ ബേസ്റ്റ് ആൻഡ് ബോണ്ട് ടു ദ ടെൻഷൻ സ്റ്റീൽ ഈസ് ലോസ്റ്റ്. ഇപ്പം കോൺക്രീറ്റ് ഇപ്പം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കോൺക്രീറ്റിൻ്റെ കവർ നഷ്ടപ്പെടാം. ചിലപ്പോൾ സഡനായിട്ട് അത് അടർന്ന് വീഴുന്നതൊക്കെ കേസുണ്ട്. അപ്പോൾ അങ്ങനെ അടർന്ന് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സഡൻ ഫെയിലിയർ നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യും? ഇപ്പം കോൺക്രീറ്റ് അടർന്ന് വീണ് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റും ആ സ്റ്റീലുമായിട്ടുള്ള ഒക്കെ ബോണ്ടിങ് ഒക്കെ നഷ്ടപ്പെടും അല്ലേ? അതായത് ശരിക്കും ഇത് കവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എൻവയറമെൻ്റലുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ ബോട്ടത്തിലുള്ള ഈ സ്റ്റീൽ മെയിൻ ബാസും അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് തമ്മിലൊരു പ്രോപ്പർ ബോണ്ടിങ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ കൊടുക്കുന്നത്. അപ്പം പെട്ടെന്ന് അത് അടർന്ന് വീഴുകയാണെങ്കിൽ അവിടെ ചിലപ്പം ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ ഒരു സഡൻ ഫെയിലിയർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിറപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഈ ഒരു ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബോണ്ടിങ് നഷ്ടപ്പെട്ടാലും, അതായത് കോൺക്രീറ്റുമായിട്ടുള്ള ഒരു ബോണ്ടിങ് നഷ്ടപ്പെട്ടാലും ഈ സ്റ്റിറപ്സ് എന്ത് ചെയ്യും? മിനിമം സ്റ്റിറപ്സ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തോളും, അല്ലെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് സഡൻ ഫെയിലിയർ ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. കാരണം ഈ മെയിൻ ബാസിനെ ഇത് ഹോൾഡ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? ഈ മെയിൻ ബാസ് ഈ സിറപ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിലേക്ക് ടൈ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പം കവർ പെട്ടെന്ന് നഷ്ടപ്പെട്ടാലും അത് അതിൻ്റെ ഒപ്പം തന്നെ താഴോട്ട് പൊസിഷൻ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനും അത് വീഴാനും അല്ലെങ്കിൽ അവിടെ ഒരു ഫെയിലിയർ, സഡൻ ഫെയിലിയർ വരാനുള്ള സാധ്യത ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളത് കൊണ്ട് അവിടെ ഒഴിവാക്കപ്പെടുക ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തത്, ടു ഹോൾഡ് ദ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ പ്ലേസ് വൈൽ പോറിങ് കോൺക്രീറ്റ്. ഇപ്പോൾ നമ്മൾ ഇതിനെ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും, മെയിൻ ബാസിനെ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും, ഇപ്പം ഇപ്പം കോൺക്രീറ്റ് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കോൺക്രീറ്റ് പോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു കറക്റ്റ് പൊസിഷൻ ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ജസ്റ്റ് ചുമ്മാ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ. എന്നാൽ ഇത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ടൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റ് പോർ ചെയ്യുമ്പോഴും അത് ആ ഒരു പ്ലേസിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ തന്നെ ഈ സ്റ്റിറപ്സ് എന്ത് ചെയ്യും? ആ മെയിൻ ബാസിൻ്റെ പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്യും. ഓക്കെ, പോർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പൊസിഷൻ മാറാതെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് സ്റ്റിറപ്പിന് പറ്റും.
അപ്പോൾ അതുകൊണ്ട് മിനിമം സ്റ്റിറപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ അത് ഹോൾഡ് ചെയ്യുകയും കൂടി ചെയ്യും. നെക്സ്റ്റ് വൺ, ടു ആക്ട് ആസ് നെസസറി ടൈസ് ഫോർ ദ കംപ്രഷൻ സ്റ്റീൽസ് ആൻഡ് മേക്ക് ഇറ്റ് എഫക്റ്റീവ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ ആ ഒരു പൊസിഷനിൽ, അതായത് ഇപ്പം കംപ്രഷൻ സോണിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെ ന്യൂട്രൽ ആക്സിസിൻ്റെ മേലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നോർമലി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ കംപ്രഷൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനെ ശരിക്കും ഹോൾഡ് ചെയ്ത് നിർത്താനുള്ളൊരു സാധ്യത അവിടെ ഇല്ല. അതായത് ഇപ്പം ബോട്ടത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കവറിങ് ബ്ലോക്കോ അല്ലെങ്കിൽ ചെറിയൊരു കല്ലോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പൊസിഷനിൽ അതിനെ നിർത്താനായിട്ട് പറ്റും. എന്നാൽ ഇപ്പം ടോപ്പിലാണെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റിറപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ സ്റ്റിറപ്പിലേക്ക് ടൈ ചെയ്ത് ആ പൊസിഷനിൽ നിർത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് ഒരു ടൈസായിട്ട്, അതായത് ടൈ ചെയ്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് നമുക്ക് എന്തിലേക്ക് ടൈ ചെയ്ത് വെക്കാനായിട്ട് പറ്റും, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിലേക്ക് ടൈ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ടു ആക്ട് ആസ് നെസസറി ടൈസ് ഫോർ ദ കംപ്രഷൻ സ്റ്റീൽസ് ആൻഡ് മേക്ക് ഇറ്റ് എഫക്റ്റീവ്. അതുപോലെ തന്നെ ആ ടോപ്പ് സോണിൽ നിന്ന് ഈ കംപ്രഷൻ സ്റ്റീലിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് പ്രസ്സിങ് ഡൗൺ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ചുമ്മാ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ സ്റ്റിറപ്പിലേക്ക് ടൈ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രസ്ഡ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, പ്രസ് ചെയ്ത് പോകാനുള്ള, ആ കോൺക്രീറ്റിൻ്റെ വെയിറ്റൊക്കെ വരുമ്പോൾ പ്രസ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പൊസിഷനിൽ പ്രസ് ചെയ്ത് താഴോട്ട് പോവാതെ ഈ സ്റ്റിറപ്സ് എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു കൺഫൈൻ ദ കോൺക്രീറ്റ് ആൻഡ് ബൈ ഇൻക്രീസസ് ഇറ്റ്സ് സ്ട്രെങ്ത്. അപ്പം ഈ സ്റ്റിറപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സ്റ്റിറപ്പിൻ്റെ അകത്ത് വരുന്ന കോൺക്രീറ്റ് ഈ ഒരു സ്റ്റിറപ്പ് എന്ത് ചെയ്യും, അടക്കി അതിൻ്റെ അകത്തേക്ക് വെക്കുക ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫുൾ സ്പാനിൽ ഇത്ര സ്പേസിങ്ങിൽ സ്റ്റിറപ്പ് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ കോൺക്രീറ്റിനെ അടക്കി വെക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റിറപ്പ് അതിൻ്റെ അകത്ത് ഒതുക്കുക ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ഒതുക്കി വെക്കുമ്പം ആ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പം ഇത് കൺഫൈൻഡ് ആക്കി വെക്കുന്നത് കൊണ്ട്, ആ സ്റ്റിറപ്പിൻ്റെ അകത്ത് കോൺക്രീറ്റിനെ കൺഫൈൻഡ് ആക്കി വെക്കുന്നതുകൊണ്ട് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, സ്റ്റെപ്സ് ഫോർ ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗിവൺ ലോഡ്സ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സിൻ്റെ ഡീറ്റെയിൽസ്, ഡെഡ് ലോഡ്, ലൈവ് ലോഡ് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലൈവ് ലോഡ് മാത്രമായിരിക്കും, ഡെഡ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഡെഡ് ലോഡും ലൈവ് ലോഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലോഡ് ചിലപ്പം തരാം, അല്ലെങ്കിൽ ലൈവ് ലോഡ് മാത്രം തരാം. അപ്പോൾ ഡെഡ് ലോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സെൽഫ് വെയിറ്റ് എടുത്തിട്ട്, അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എടുത്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ലോഡ്സ് തന്നിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് സ്പാൻ തന്നിട്ടുണ്ടാവും, ബീമിൻ്റെ സ്പാൻ തന്നിട്ടുണ്ടാവും. മൂന്നാമത് ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏത് ഗ്രേഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മെയിൻ ബാസിൻ്റെ ടെൻസൈൽ സോണിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഏരിയ ഓഫ് സ്റ്റീൽ ഡയറക്റ്റ് തരാം, അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് ഇത്ര ഡയമീറ്റർ ബാസ് എന്ന് പറഞ്ഞിട്ട് ടെൻസൈൽ സോണിലുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് തരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, AST വാല്യൂ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് AST വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ എടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്തിട്ട് എടുക്കാം. അതായത് മെയിനായിട്ട് ചിലപ്പം തരാതിരിക്കുക കോൺക്രീറ്റിൻ്റെ ഗ്രേഡും ടൈപ്പ് ഓഫ് സ്റ്റീലും ആയിരിക്കും. അപ്പോൾ നമുക്കത് അസ്യൂം ചെയ്യാം. അസ്യൂമിങ് M20 കോൺക്രീറ്റ് അല്ലെങ്കിൽ FI 415 സ്റ്റീൽ. കാരണം സ്റ്റിറപ്പ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, FI 415 കൂടുതൽ നമ്മൾ കൊടുക്കില്ല. ഓക്കെ, FE 415 അകത്ത് ഗ്രേഡ് റെസ്ട്രിക്റ്റഡ് ആണ്, അതിൽ കൂടുതൽ വരുന്ന ഗ്രേഡ് നമ്മൾ സ്റ്റിറപ്പിന് കൊടുക്കില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ അസ്യൂം ചെയ്യുമ്പം ആ കാര്യം ശ്രദ്ധിക്കണം. മാക്സിമം FE 415 ഗ്രേഡ് സ്റ്റീൽ വരെ എടുത്താൽ മതി. കോൺക്രീറ്റ് നമുക്ക് വിഷയമില്ല. ഓക്കെ, ഇനി എൻ്റെ പ്രൊസീജിയറാണ്, എങ്ങനെയാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രൊസീജിയറാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ഷിയർ ഫോഴ്സ് BU at the critical section of the beam due to the given loads.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ലോഡായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു ഡി എല്ലാണ് തന്നിട്ടുള്ളതെങ്കിൽ, ഫുൾ സ്പാനിൽ യു ഡി എല്ലാണ് തന്നിട്ടുള്ളതെങ്കിൽ യു ഡി എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡബ്ല്യു ആണ്, സ്പാൻ എൽ ആണെന്നുണ്ടെങ്കിൽ, ആ ബീമിൻ്റെ സ്പാൻ എൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വി യു എന്ന് പറയുന്ന ഡിസൈൻ ഷിയർ ഫോഴ്സ് ആണ്, അതായത് ഡിസൈൻ ലോഡ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലോഡിന് എന്ത് ചെയ്യണം, ഡിസൈൻ ലോഡ്സ് ആക്കി മാറ്റണം. ഇപ്പം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ 1.5 ഇൻറ്റു ആ ടോട്ടൽ ലോഡ് ചെയ്യണം. അപ്പോൾ അത് ഫാക്ടർ ലോഡായി മാറി. ആ ഫാക്ടർ ലോഡ് വെച്ചിട്ട് മാക്സിമം ഷിയർ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ, WL/2 ആണ് യു ഡി എൽ വരുന്ന കേസിൽ അല്ലേ, WL/2. അപ്പം നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാം. വി യു ഈസ് ഈക്വൽ ടു സിംപ്ലി സപ്പോർട്ട് ബീമിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ WL/2 ആണ് മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത്. മാക്സിമം ഷിയർ ഫോഴ്സ് നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെയാണ് വരുന്നത്, ശരിക്കും ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സിംപ്ലി സപ്പോർട്ട് ബീമിൽ വരുന്നത്. എന്നാലും നമ്മൾ മാക്സിമം ഷിയർ ഫോഴ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അതായത് മാക്സിമം ഷിയർ ഫോഴ്സ് നമുക്ക് വരുന്നത് എവിടെയാണ്, സപ്പോർട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. മാക്സിമം ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ WL/2 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യും, ഒന്നും കൂടെ സേഫ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വി യു കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തത് ഡിറ്റർമൈൻ ദ നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി. അപ്പോൾ വി യു നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ആ വരുന്ന ഡിസൈൻ ലോഡ് മുഖേന അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് വന്നതുകൊണ്ട് അതിന് ഫാക്ടർ ചെയ്തിട്ടുള്ള ആ ലോഡ് മുഖേന ഈ ഒരു കോൺക്രീറ്റ് സെക്ഷനിൽ വരുന്ന ഷിയർ സ്ട്രെസ്, അതാണ് നോമിനൽ ഷിയർ സ്ട്രെസ്. അപ്പോൾ ടോവി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ടോവി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് കോഡ് ബുക്കിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ കോഡ് ബുക്കിലുള്ള ആ സെയിം ഇക്വേഷൻ ടോവി ഈസ് ഈക്വൽ ടു VU/BD എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോമിനൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ടോവി നമുക്ക് Newton/mm² നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ടോവി നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം VU കണ്ടുപിടിച്ചു. VU കണ്ടുപിടിച്ചതിന് ശേഷം ടോവി കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തത് ഡിപ്പെൻഡിങ് ഓൺ ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ഏത് ഗ്രേഡാണ്, M20 ആണോ, M15 ആണോ, M25 ആണോ, ആ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെയും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 100 AST/BD പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റിൻ്റെ ആ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ സ്ട്രെങ്ത്, അതായത് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ടോസി കണ്ടുപിടിക്കണം. അത് നമുക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാം, ടേബിൾ 19 കണ്ടുപിടിക്കാം അല്ലേ. ടേബിൾ 19 ഡിഫറെൻറ്റ് ഗ്രേഡ്സിൻ്റെ ടോസി വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ പെർസെൻറ്റേജിനനുസരിച്ചിട്ടും ടോസി വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മളുടെ പ്രോബ്ലത്തിൽ വരുന്നത്, ആ പെർസെൻറ്റേജിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് നമ്മുടെ പ്രോബ്ലത്തിൽ വരുന്നതിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ടോസി വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ടേബിൾ 19 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോസി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ, ഓക്കെ, അതായത് ടോവി വാല്യൂ നമുക്ക് കിട്ടിയിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പിൽ. ആ കിട്ടിയ ടോവി വാല്യൂ ടോസി മാക്സുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ടോസി മാക്സ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രേഡിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷിയർ സ്ട്രെസ്സാണ് അല്ലേ, അല്ലെങ്കിൽ അലോ ചെയ്യുന്ന മാക്സിമം ഷിയർ സ്ട്രെസ്സാണ്. അത് സേഫ്റ്റി ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മാക്സിമം ലിമിറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു കാരണവശാലും ടോവി എന്ന് പറയുന്നത് ടോസി മാക്സിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീഡിസൈൻ ചെയ്യണം സെക്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കമ്പയർ ടോവി ആൻഡ് ടോസി മാക്സ്. ഇഫ് ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് റീഡിസൈൻ ദ സെക്ഷൻ. അപ്പോൾ ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ റീഡിസൈൻ ചെയ്യണം. ടോസി മാക്സ് വാല്യൂസ് ആർ ഗിവൺ ഇൻ ടേബിൾ 20 ഓഫ് IS 456/2000. അപ്പോൾ ടോസി മാക്സിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് ടേബിൾ 20 ഓക്കെ, ടേബിൾ 20 ഓരോ ഗ്രേഡിനനുസരിച്ചുള്ള ടോസി വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൽ നോക്കിയിട്ട് വാല്യൂസ് ഡയറക്റ്റ് എടുത്താൽ മാത്രം മതി. അപ്പോൾ ടോസി മാക്സ് വാല്യൂ എടുത്തു, ടോവിയും ടോസിയും കമ്പയർ ചെയ്തു. ടോവി ലെസ് ദാൻ ടോസി മാക്സ് ആണെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ, സെക്ഷൻ ഈസ് അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, സെക്ഷൻ ഓക്കെ ആണ്, കുഴപ്പമില്ല, നമുക്ക് ഡിസൈനുമായിട്ട് മുന്നോട്ട് പോകാം. ഇൻ കേസ് ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് വന്നാൽ നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെയുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ബ്രെഡ്ത്തും ഡെപ്ത്തൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യണം, പെർസെൻറ്റേജൊക്കെ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെറും ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ അധികവും ടോവി ലെസ് ദാൻ ടോസി മാക്സ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് നമ്മൾ മൊത്തം ഒരു ബീം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീഡിസൈൻ ചെയ്യണം, നമ്മൾ വീണ്ടും ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോയിൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്പയർ ടോവി ആൻഡ് ടോസി.
ഇനി അടുത്ത സ്റ്റെപ്പിൽ ടോവിയും ടോസിയും കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം ടോവി ടോസി കമ്പയർ ചെയ്യുമ്പം ഓരോ കേസ് നമ്മൾ പഠിച്ചിരുന്നു, കോഡ് നോക്കിയപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോവിൻ്റെയും ടോസിൻ്റെയും വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില കേസസ് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് ടോവി ലെസ് ദാൻ ടോസി. അപ്പോൾ ടോവി ലെസ് ദാൻ ടോസി വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി കോഡിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ടോവി ലെസ് ദാൻ ടോസി വരുമ്പോൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇഫ് ടോവി ലെസ് ദാൻ ടോസി മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്സ്. അപ്പോൾ ടോവി ലെസ് ദാൻ ടോസി ആണ് നമുക്ക് വന്നിട്ടുള്ളെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആയിട്ട്. ഓക്കെ, ദ സ്പേസിംഗ് ഈസ് ഗിവൺ ആസ്. അപ്പോൾ സ്പേസിംഗ് എങ്ങനെ കണ്ടുപിടിക്കാം ഡിസൈൻ ചെയ്യുമ്പം? നമ്മുടെ ക്ലോസിൽ പേജ് നമ്പർ 48 പറയുന്നുണ്ട് അല്ലേ, ASV ഡിവൈഡ് ബൈ BSV ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4 ഡിവൈഡ് ബൈ 0.87 FY. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. SV വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് പഴയ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഇക്വേഷനിൽ SV വാല്യൂ അൺനോൺ ആയിരിക്കും, ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. സോൾവ് ചെയ്തിട്ട് നമ്മൾ SV വാല്യൂ ഇവിടെ കണ്ടുപിടിക്കും, സ്പേസിങ്ങിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇത്ര mm ഡയാബാസ്, ഇത്ര mm ഡയാസ് സിറപ്സ്, ഇത്ര ലെഗ്ഡ് 2 ലെഗ്ഡ് ഡയാസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ 2 ലെഗ്ഡ് ഡയ 8 mm ഡയ 2 ലെഗ്ഡ് സിറപ്പ് സെറ്റ് ഇത്ര mm സ്പേസിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ലെഗ്ഡ് ആണോ അതിനനുസരിച്ച് ഇത്ര ലെഗ്ഡ്, അല്ലെങ്കിൽ ഇത്ര mm ഡയ. ഇപ്പം 10 mm ഡയ 4 ലെഗ്ഡ് സിറപ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്സ്. ദ സ്പേസിംഗ് ഈസ് ഗിവൺ ആസ് ASB ബൈ BSV ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4 ബൈ 0.87 FY. FY എന്താണെന്നുള്ള അറിയാം, ഗ്രേഡ് ഓഫ് സ്റ്റീലാണ്. B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ്, ആ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ASV എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് സിറപ്പ് ലെഗ്സ് ആണ് അല്ലേ, ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സിറപ്പ് ലെഗ്സ് ആണ്. അപ്പോൾ 8 mm ഡയ ആണ് ഇപ്പം സിറപ്പായിട്ട് യൂസ് ചെയ്തതെങ്കിൽ പൈ ഇൻറ്റു 8² ഡിവൈഡ് ബൈ 4 അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ. ഇപ്പോൾ 2 ലെഗ്ഡ് ആണെങ്കിൽ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, അപ്പോൾ ASV വാല്യൂ നമുക്ക് കിട്ടും. അൺനോൺ ആയിട്ടുള്ളത് SV മാത്രമാണ്. ഈക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ SV വാല്യൂ നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നമ്മൾ ബീമിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ടോവി ലെസ് ദാൻ ടോസി വരുമ്പോഴുള്ള കേസ്. ഇഫ് ടോവി ഗ്രേറ്റർ ദാൻ ടോസി വരികയാണെങ്കിൽ, അതായത് നോമിനൽ ഷിയർ സ്ട്രെസ് ഗ്രേറ്റർ ദാൻ ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കൂടുതൽ വരികയാണെങ്കിൽ നമ്മളവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആ കേസ് വരികയാണെങ്കിൽ, ഇഫ് ടോവി ഗ്രേറ്റർ ദാൻ ടോസി വരികയാണെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ടു ബി ഡിസൈൻഡ് ആസ് ഫോളോസ്. അപ്പോൾ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ള ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് VUS, അതായത് സ്ട്രെങ്ത് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. VUS കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് ആ സിറപ്സിന് റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഷിയർ വാല്യൂ എത്രയാണെന്നുള്ളത്. ഓക്കെ, ആ സിറപ്സിന് റെസിസ്റ്റ് ചെയ്യേണ്ട ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട VUS. അപ്പോൾ VUS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോഡിലുണ്ട്. VUS ഈസ് ഈക്വൽ ടു VU മൈനസ് ടോസി BD. VU എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സ് ആണ്. ടോസി ഇൻറ്റു BD എന്ന് പറയുമ്പോൾ ആ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് ആണ് അല്ലേ, ആ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് ആണ്. അപ്പം ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അഡീഷണൽ ഷിയർ ഫോഴ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഷിയർ ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പം VUS കാൽക്കുലേറ്റ് ചെയ്യണം ടോവി ഗ്രേറ്റർ ദാൻ ടോസി ആണെങ്കിൽ. ഇനി എന്ത് ചെയ്യുക, ഇപ്പം വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, if vertical stirrups are provided then the spacing is governed by the following equation. ഇപ്പോൾ വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പേസിങ് എത്ര സ്പേസിങ്ങിൽ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന ഇക്വേഷനിൽ, കോഡിൽ പറയുന്ന ഇക്വേഷൻ പ്രകാരം എടുക്കാം. VUS ഈസ് ഈക്വൽ ടു 0.87 FY ASV ഇൻറ്റു D ഡിവൈഡ് ബൈ SV. ഇതിൽ നമുക്ക് VUS വാല്യൂ അറിയാം. VUS ഈസ് ഈക്വൽ ടു VU മൈനസ് ടോസി BD ചെയ്ത് കഴിഞ്ഞാൽ VUS നമുക്ക് കിട്ടും. FY വാല്യൂ നമുക്കറിയാം, ഗ്രേഡ് ഓഫ് സ്റ്റീലാണ്. ASV വാല്യൂ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചതുപോലെ എത്ര ലെഗ് ഉണ്ടോ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാം. D എന്ന് പറയുന്ന എഫക്റ്റീവ് ഡെപ്ത് ആണ്. അൺനോൺ ആയിട്ട് SV മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ SV നമുക്ക് കിട്ടും. അത് നമ്മൾ സ്പേസിംഗ് ആയിട്ട് എടുക്കും. ഓക്കെ, അത് നമ്മൾ ബീമിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യും. ടോവി ഗ്രേറ്റർ ദാൻ ടോസി വരുമ്പം വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് കിട്ടുന്ന സ്പേസിംഗ് നമ്മൾ എടുക്കും. ഓക്കെ, if inclined stirrups are used then spacing is governed by the equation. ഇപ്പോൾ inclined stirrup ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പേസിങ് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് ആണെങ്കിൽ അപ്പം VUS ഈസ് ഈക്വൽ ടു 0.87 FY ASV ഇൻറ്റു D ഡിവൈഡ് ബൈ SV. ഇത് നമ്മുടെ
വെർട്ടിക്കൽ സിറപ്സ് കൊടുക്കുമ്പോഴുള്ള ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷനിൽ ഫസ്റ്റ് ടേം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് ആ ഇംഗ്ലണ്ട് സിറപ്പിൻ്റെ ഇൻക്ലിനേഷനാണ്, ആ ആംഗിളാണ്, ഇൻക്ലിനേഷൻ്റെ ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം, എസ് വി ഒഴികെ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് വി കിട്ടും. ഓക്കെ, ഇംഗ്ലണ്ട് സിറപ്പാണെങ്കിൽ. ഇനി ഇഫ് ബെൻഡപ്പ് ബാർസ് ആർ ഓൾസോ യൂസ്ഡ്, ബെൻഡപ്പ് ബാർസും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ കമ്പ്യൂട്ട് ദ ഷിയർ ഫോഴ്സ് ടേക്കൺ ബൈ ബെൻഡപ്പ് ബാർസ് ആസ് ബി ഡാഷ് യു എസ്. ഇപ്പം നമുക്ക് ബെൻഡപ്പ് ബാർസും കൂടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബെൻഡപ്പ് ബാർസ് എടുക്കുന്ന ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോഡിൽ ഇക്വേഷൻ ഉണ്ട്. അത് വി സഫിക്സ് യു എസ് എന്ന് പറഞ്ഞിട്ടാണ് കോഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നോർമലി ചെയ്യുന്നതും വി യു എസ് എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വി ഡാഷ് യു എസ് എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഓക്കെ, ഈസ് ടേക്കൺ ബൈ ബെൻഡപ്പ് ബാർസ് ആസ് വി യു എസ് വി ഡാഷ് യു എസ് ആൻഡ് വി ഡാഷ് യു എസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഹാഫ് ഓഫ് വി യു എസ്. അപ്പോൾ വി ഡാഷ് യു എസ് എന്ന് പറയുന്നത്, അതായത് ബെൻഡപ്പ് ബാർസ് റെസിസ്റ്റ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്, നമ്മളിപ്പം വെർട്ടിക്കൽ സിറപ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിൻ്റെ ഹാഫിനേക്കാളും കൂടില്ല. ഓക്കെ, അപ്പം ബെൻഡപ്പ് ബാർസ് മുഖേന ബെൻഡപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സിറപ്പിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഹാഫിനേക്കാളും കൂടില്ല എന്നുള്ളതാണ്. ആൻഡ് വി ഡാഷ് യു എസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഹാഫ് ഓഫ് വി യു എസ്. അപ്പം വി ഡാഷ് യു എസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ കോഡിലുള്ള ഇക്വേഷൻ ഇതാണ്, 0.87 FI ASV ഇൻറ്റു സൈൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡപ്പ് ബാർസ് എടുക്കുന്ന ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. ബെൻഡപ്പ് ബാർസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. ഇത് ഇൻ കേസ് ഗ്രേറ്റർ ദാൻ വി യു എസ് ആണെങ്കിൽ നമ്മൾ ഹാഫ് വാല്യൂ തന്നെ എടുക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഹാഫ് വി യു എസ് ആണെങ്കിൽ നമ്മൾ ഹാഫ് വി യു എസ് വാല്യൂ തന്നെ എടുക്കും. അതിനേക്കാളും കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു സേഫ്റ്റി ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ആൽഫ എന്ന് പറയുന്ന ടേം എന്താണ്? ഇപ്പം ആ ബെൻഡപ്പ് ബാർസ് എത്ര ഇൻക്ലിനേഷനിലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്, ആ ഇൻക്ലിനേഷനാണ്, ആ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആ ഇൻക്ലിനേഷനാണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഡാഷ് യു എസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫോർ ദ ബാലൻസ് ഷിയർ ഫോഴ്സ് വി യു എസ് മൈനസ് വി ഡാഷ് യു എസ് ഡിസൈൻ ദ വെർട്ടിക്കൽ സിറപ്സ്. അപ്പോൾ ഇനി എത്ര ബാലൻസ് എടുക്കാനായിട്ടുണ്ടെന്ന് നോക്കും. ഓക്കെ, അതായത് ഇപ്പം ശരിക്കും ഒരു പർട്ടിക്കുലർ വി യു എസ് ആണ് ടോട്ടലി റെസിസ്റ്റ് ചെയ്യേണ്ട ഷിയർ ഫോഴ്സ് എങ്കിൽ നമ്മൾ ബെൻഡപ്പ് ബാർസ് കൊടുക്കുന്നുണ്ടെങ്കിൽ വി ഡാഷ് യു എസ് നമ്മൾ കണ്ടുപിടിക്കും. വി ഡാഷ് യു എസ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ വി യു എസിനും നമ്മൾ എന്ത് ചെയ്യും, വി ഡാഷ് യു എസ് മൈനസ് ചെയ്യുമ്പം ഇനി അഡീഷണലി സിറപ്പ് മുഖേന, അതായത് നോർമലി കൊടുക്കുന്ന വെർട്ടിക്കൽ സിറപ്പ് മുഖേന എത്ര ഷിയർ ഫോഴ്സും കൂടി റെസിസ്റ്റ് ചെയ്യാനുണ്ടെന്നുള്ളതാണ് വി യു എസ് മൈനസ് വി ഡാഷ് യു എസ് നമ്മൾ ചെയ്യുമ്പം കിട്ടുന്നത്. ഓക്കെ, വി ഡാഷ് യു എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡപ്പ് ബാർസ് എത്ര ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും റെസിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് വി യു എസ് ആണ്. അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെൻഡപ്പ് ബാർസ് എടുത്തതിന് ശേഷം റിമൈനിങ് ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് വി യു എസ് മൈനസ് വി ഡാഷ് യു എസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ ബാക്കി വെർട്ടിക്കൽ സിറപ്സ് ഡിസൈൻ ചെയ്യുക ഇപ്പം ബെൻഡപ്പ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഫോർ ദ ബാലൻസ് ഷിയർ ഫോഴ്സ് വി യു എസ് മൈനസ് വി ഡാഷ് യു എസ് design the vertical syrups. Okay, next point, the spacing of stirrups should not exceed 0.75 D or 300 mm whichever is less. പിന്നെ ശ്രദ്ധിക്കേണ്ട നെക്സ്റ്റ് കാര്യം, ഇതിൻ്റെ ഡിസൈനിൽ ഇതിൻ്റെ സ്പേസിങ്, സിറപ്സിൻ്റെ സ്പേസിങ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി കോഡിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. സ്പേസിങ് ഓഫ് ദ വെർട്ടിക്കൽ സിറപ്സ് ഷുഡ് നോട്ട് എക്സീഡ് 0.75 D അല്ലേ. നോർമലി കൊടുക്കുന്ന വെർട്ടിക്കൽ സിറപ്പിൻ്റെ സ്പേസിങ് 0.75 ഡിനേക്കാളും കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 300 mm കൂടാൻ പാടില്ല. ഇതിലേതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഇംഗ്ലണ്ട് സിറപ്പ് യൂസ് ചെയ്യുന്ന കേസും നമ്മൾ ആ സ്പേസിങ്ങിൻ്റെ കാര്യം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് സിറപ്പാണ് വരുന്നതെങ്കിൽ അത് ഡിനേക്കാളും കൂടാൻ പാടില്ല, എഫക്റ്റീവ് ഡെപ്ത് വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല. വെർട്ടിക്കൽ സിറപ്സ് ആണെങ്കിൽ 0.75 ഡിനേക്കാളും കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 300 mm കൂടാൻ പാടില്ല. ഇംഗ്ലണ്ട് സിറപ്പ് ആണെങ്കിൽ അത് ഡിനേക്കാളും കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 300 mm കൂടാൻ പാടില്ല. ഈ രണ്ട് വാല്യൂസ് ഏതാണോ ചെറുത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു അഡീഷണൽ കാര്യം കൂടിയും പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് ഓൾസോ ഡസ് നോട്ട് എക്സീഡ് ദ സ്പേസിംഗ് ഓഫ് സിറപ്സ് ആസ് റിക്വയർഡ് ബൈ ദ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയ. പേജ് നമ്പർ 48 പറയുന്ന മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ പ്രകാരം എത്രയാണ് സ്പേസിംഗ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആ സ്പേസിങ്ങിനേക്കാളും കൂടാനും പാടില്ല.
അപ്പം ശരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈനിൻ്റെ ഇക്വേഷനിലിട്ടിട്ട് നമുക്കൊരു സ്പേസിങ് കിട്ടും, SV വാല്യൂ കിട്ടും. അപ്പോൾ ഒരു SV നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. രണ്ടാമത് 0.75D വെച്ചിട്ട് നമുക്കൊരു SV വാല്യൂ, ഒരു സ്പേസിങ് വാല്യൂ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തത് 300 mm. ഓക്കെ, നാലാമത്തത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ക്രൈറ്റീരിയ പ്രകാരമുള്ള സ്പേസിങ്. ഈ 4 സ്പേസിങ്ങിൽ ഏതാണോ ഏറ്റവും ചെറുത് അതാണ് നമ്മൾ സ്പേസിങ്ങിലായിട്ട് അഡോപ്റ്റ് ചെയ്യുക. ആ വാല്യൂ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ വാല്യൂ വരുന്ന രീതിയിലാണ് നമ്മൾ സ്പേസിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം സ്പേസിങ്ങിൻ്റെ ചെക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഡിസൈനിൻ്റെ ഇക്വേഷൻ പ്രകാരം കിട്ടിയിട്ടുള്ള സ്പേസിങ്, ഒന്ന് 0.75D എത്രയാണെന്നുള്ള കണ്ടുപിടിക്കണം. മൂന്നാമത്തെ 300 mm, നാലാമത്തത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയ പ്രകാരം വരുന്ന സ്പേസിങ്. ഈ സ്പേസിങ്സിൽ ഏതാണോ ഏറ്റവും ചെറുത് ആ സ്പേസിങ്ങിനേക്കാളും ആ ചെറിയ സ്പേസിങ്ങിനേക്കാളും ചെറുതായിരിക്കണം നമ്മൾ സ്പേസിംഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ സെയിം വാല്യൂ. അതായത് ഒരു കാരണവശാലും ഈ 4 വാല്യൂസിൽ ചെറിയ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ചെക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. വേറൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട്, ഈ ഷിയർ ഡിസൈൻ എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട് ഷിയർ ഫോഴ്സ് കൂടുന്ന സ്ഥലം, അതായത് സപ്പോർട്ടിനോട് ചേർന്ന് വരുന്ന പോർഷനിൽ നമുക്ക് ഡിസൈൻ പ്രകാരമുള്ള സ്പേസിങ് പ്രൊവൈഡ് ചെയ്യാം. എന്നാൽ അത് മിഡ് സ്പാനിലേക്ക് പോകുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കുറവാണ് വരുന്നത് അല്ലേ, അവിടെ എന്ത് ചെയ്താൽ മതി, മാക്സിമം സ്പേസിങ് നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പേസിങ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കവിടെ എക്കണോമിക്കലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഷിയർ ഫോഴ്സ് ഓരോ പൊസിഷനിലും വരുന്ന ഷിയർ ഫോഴ്സിനെ പറ്റി നമ്മൾ ഐഡിയ ഉണ്ടാക്കണം. അതായത് എവിടെ തൊട്ടാണ് നമുക്ക് മാക്സിമം സ്പേസിങ് കൊടുത്തു തുടങ്ങുക, അതായത് ആ മാക്സിമം സ്പേസിങ് കൊടുത്തു തുടങ്ങേണ്ട ആ പോയിന്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടുന്ന് സെൻറ്ററിലേക്ക് നമ്മൾ മാക്സിമം സ്പേസിങ് കൊടുക്കും. ഓക്കെ, അതേപോലെ സപ്പോർട്ടിനോട് ചേർന്ന് വരുന്ന പോർഷൻ, അതായത് ഷിയർ ഫോഴ്സ് മാക്സിമം വരുന്ന സ്ഥലത്ത് നമ്മൾ ഡിസൈൻ പ്രകാരമുള്ള സ്പേസിങ് തന്നെ അവിടെ കൊടുക്കും. അങ്ങനെ നമുക്കത് എക്കണോമിക്കലാക്കാനായിട്ട് പറ്റും. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ എല്ലാ സ്ഥലത്തും സെയിം സ്പേസിങ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. സെയിം സ്പേസിങ് കൊടുത്താൽ മതി. ഓക്കെ, മിനിമം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പൊസിഷൻ കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എല്ലാ പൊസിഷനിലും സെയിം സ്പേസിങ്, അതായത് ആസ് പെർ ഡിസൈൻ പറയുന്ന സ്പേസിങ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്തതിനുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ.